എല്ലാവർക്കും നമസ്കാരം. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നലെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഒട്ടുമിക്ക സെലിബ്രിറ്റീസ് വന്ന്, അതുപോലെ നമ്മുടെ മോദി സാർ വരെ വന്ന്, എല്ലാവരും വന്ന് അടിപൊളിയാണ്. സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അതിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുന്ന ഒരു സാധനമാണ് മമ്മൂക്ക കൈതൊഴുത്തില്ല. ആ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. അതായത് നോക്കിയോ, ലാലേട്ടൻ ഇവിടെ കൈതൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ, അതായത് മോദിജിയുടെ അടുത്ത് കൈ തൊഴുത് നിൽക്കുമ്പോൾ മമ്മൂക്ക കൈ കെട്ടി നിൽക്കുന്നു. അതൊന്ന്. പിന്നെ മറ്റൊരെണ്ണം, സെക്യൂരിറ്റി ചെക്കിങ്ങിനിടയിൽ മമ്മൂക്കയ്ക്ക് ചെക്കിങ്ങും ലാലേട്ടന് ചെക്കിങ് ഇല്ല. അതൊരു മാതിരി തെണ്ടിത്തനമായിപ്പോയി, ഉറപ്പാണ്, ഉള്ള കാര്യം പറയാം. അപ്പോൾ ഇത് ആണ് ആ ആദ്യത്തെ ഫോട്ടോ. മമ്മൂക്ക കൈ തൊഴുതുകൊണ്ടിരിക്കുന്നു, ലാലേട്ടൻ കൈ തൊഴുതുകൊണ്ടിരിക്കുന്നു, മമ്മൂക്ക വെറുതെ കൈ കെട്ടിക്കുന്നു, പോട്ടെ പുല്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്നു എന്ന് പറഞ്ഞും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വൈറലാവുന്നുണ്ട്. വേറെ ആളെ നോക്ക്, കൈകെട്ടി നിൽക്കുന്ന മമ്മൂട്ടി ചിത്രം വച്ചുള്ള വിമർശനത്തിന് ഗോകുൽ, അതായത് സുരേഷ് ഗോപിയുടെ മകൻ പ്രതികരിക്കുന്നുണ്ട്. വേറെ ആ ഒരു പോസ്റ്റ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതിന് നമ്മുടെ ശീതൾ ശ്യാം എന്ന് പറയുന്ന ആള് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വേറെ ആളെ നോക്ക് മമ്മൂക്ക എന്ന് പറഞ്ഞു. അതായത് മമ്മൂക്ക കൈകെട്ടി നിൽക്കുന്നത് കൊണ്ടാണ്, മനസ്സിലായ, കൈകെട്ടിയിരിക്കണം, മറ്റേ ലാലേട്ടൻ കൈ കൂപ്പിക്കണം, അതുകൊണ്ട് വേറെ ആള് നോക്കുന്നതെന്ന് നമ്മുടെ ശീതൾ ശ്യാം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഗോകുൽ സുരേഷ് കമന്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ഹൗ പീപ്പിൾ ആർ സോൾവിങ് ഓൺലി ഹാഫ് ദ ഇൻഫോ ആൻഡ് വൊമിറ്റിംഗ് ഇറിറ്റേഷൻ ആൻഡ് നെഗറ്റിവിറ്റി ഒക്കെ സ്പ്രെഡ് ചെയ്യാനെ പറ്റിയിട്ടുള്ള രീതിയിൽ ഗോകുൽ ഒരു കമന്റ് ചെയ്തപ്പോൾ ശീതൾ വൈ ഇറിറ്റേറ്റിംഗ് ഡിയർ ടുഡേ ഇസ് എ ബിഗ് ഡേ യു ക്യാരി ഓൺ, സിസ്റ്ററിന്റെ കല്യാണമല്ല, യു ക്യാരി ഓൺ, ഇത് എന്തിന് ഇറിറ്റേറ്റ് ആവുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശീതൾ. അടുത്ത അതിന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനും വിഷമാണ് കാണുന്നത് അതിനെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ, അത് ഭയങ്കര ചർച്ചയാവുന്നുണ്ട് ഈ സാധനം. അപ്പോൾ അടുത്ത് വേറൊരു പോസ്റ്റാണ്, മോഹൻലാലിന് ഇല്ലാത്ത പരിശോധന മമ്മൂട്ടിക്ക്, വീഡിയോ വൈറൽ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ രണ്ട് സാധനമാണ് ഇവിടെ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ സാധനം നമുക്ക് നോക്കാം, ഈ കൈകൂപ്പിയ കേസ്. അതായത് ലാലേട്ടൻ കൈകൂപ്പിയിരിക്കുന്നു, മമ്മൂക്ക മോദിജി വന്നിട്ടൊരു മൈൻഡില്ല അതായത് വിലയില്ലാതെ നിൽക്കുന്നു എന്നുള്ളൊരു ചർച്ചയ്ക്കുള്ള ആ വിഷയം നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ ഇതില് മമ്മൂക്ക അവിടെ കൈകെട്ടി നിൽക്കുന്നു, നമുക്ക് വ്യക്തമായിട്ട് കാണാം. ലാലേട്ടൻ കുറച്ച് അവിടെ അല്ലാതെ നിൽക്കുന്നു, നമുക്ക് വ്യക്തമായിട്ട് കാണാം. സൂം ചെയ്ത് നോക്കുമ്പോൾ കണ്ടാം മമ്മൂക്ക കൈ കെട്ടി നിപ്പുണ്ട്, അവിടെ അടിപൊളിയായിട്ട് നിപ്പുണ്ട്. അപ്പോഴല്ല ഈ പൊതുവെ മമ്മൂക്കയുടെ സ്വഭാവമാണ്. അപ്പോഴാണ് മോദിജിയുടെ എൻട്രി, അങ്ങേര് വരുന്നുണ്ട്, അങ്ങേര് നല്ല ആൾക്കാരൊക്കെ ആയിട്ട് സെറ്റപ്പായിട്ട് അങ്ങേരും വരുന്നുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് കാണാം. കണ്ടില്ലെന്നിനും പറയരുത്, കുറച്ച് കഴിഞ്ഞിട്ട് പറയും ഞാൻ കണ്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറയല്ലേ. അങ്ങേരും കിടിലായിട്ടാണ്. പിന്നെ മമ്മൂക്കയുടെ ഒരു പ്രകൃതം അങ്ങനെയാണ് അത്. അപ്പൊ നമുക്ക് നോക്കാം. മോദിജി പോകുന്നു, അങ്ങേര് പോകുന്നു, അങ്ങനെ എല്ലാവരും കൈകൂപ്പിയാണ് പോകുന്നത്. ഇവിടെ എത്തി. അപ്പൊ ഇവിടെ നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ നിൽക്കുന്നുണ്ട്, മമ്മൂക്ക അവരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഈ വാക്കിനുണ്ട് അവിടെ മമ്മൂട്ടി അവിടെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ലാലേട്ടനും ഇവർ രണ്ടുപേരും തൊട്ടടുത്തടുത്തുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കോണം. ഇവിടെ മോദിജി വന്ന സമയത്ത് മമ്മൂക്ക കൈ കൂപ്പുന്നുണ്ട്, ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കണം. കൈ കൂപ്പുന്നുണ്ട്, കൈ കൂപ്പി രണ്ടുപേരും കൈ കൂപ്പുന്നുണ്ട്. എന്നിട്ട് മോദിജി പാസ് ചെയ്ത് നൈസായിട്ട് ഇപ്പോൾ പാസ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ അടുത്ത അത് ആ ലെവലിലോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് മമ്മൂക്ക ഇനിയിപ്പോൾ കൈ കൂപ്പ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് അത് ഞാൻ പറയാം. അപ്പോൾ മമ്മൂക്ക കൈ കൂപ്പി നിൽക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ, ഇനി കണ്ടില്ലെന്ന് പറയില്ല. മോദിജി പാസ് ചെയ്ത് പോകുന്നു, അടുത്ത് ലാലേട്ടൻ കൈ കൂപ്പി നിൽക്കുന്നു, അതങ്ങ് തീരുന്നു, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അത് ഒരുപാട് പേര് പറയുന്നു മറ്റേതാണ് മറിച്ചാണ് ആനയാണ് തേങ്ങയാണെന്നൊക്കെ പറയുന്നത്. എനിക്കത് പ്രത്യേകിച്ച് ഒരു യോജിപ്പില്ല. കാരണം ഒരാൾ കൈ കൂപ്പി നിൽക്കാതെയൊക്കെ ഇരിക്കുന്ന അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ഒരാൾക്ക് ബഹുമാനം കൊടുക്കണോ കൊടുക്കേണ്ടെന്നൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അതിനിപ്പോൾ ബഹുമാനം പിടിച്ചു വാങ്ങാനും പറ്റൂല, പറയിച്ചു കൊടുക്കാനും പറ്റില്ല. അതൊക്കെ തനിയെ വരുമ്പോൾ കൊടുക്കുന്നു. അത് മമ്മൂക്ക അവിടെ കൃത്യമായിട്ട് ആ ഒരു ആദരവ് കൊടുക്കുന്നുണ്ട്. വന്ന പ്രധാനമന്ത്രി എന്നൊക്കെ ഉള്ള രീതിയിൽ ആദരവ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഇയാൾ പ്രത്യേകിച്ച് ഇങ്ങനെ കൈകെട്ടി നിൽക്കുന്ന ഒരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്, ഫീൽ ചെയ്യുന്നത്. പിന്നെ അതിനെ പോയിട്ട് നെഗറ്റീവ് അടിച്ച് അങ്ങനെ ആദരവ് മറ്റാണ് വെച്ച് പിന്നെ കുറേ പേര് അതിനെ മാസാക്കി. ഫാൻ ഫൈറ്റ് ക്ലബിലൊക്കെ പൂരടിയാണ്. മമ്മൂക്ക ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് അത് ചെയ്തത് മോശമായിപ്പോയെന്ന് പറഞ്ഞ് കുറേ പേര് പറഞ്ഞ മമ്മൂക്ക മാസ് കാണിച്ച് അവർ അറിയാത്ത പോലും കാര്യങ്ങൾ ആൾക്കാരെടുത്തിട്ട് വളച്ചൊടിക്കുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി ഇതിൽ ഇഷ്ടപ്പെടാത്തൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെക്കിംഗ് ആണ്. ചെക്കിംഗ് സ്പോട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പം മമ്മൂക്ക വരുന്നുണ്ട്, അതുപോലെ അടുത്ത് ബാക്കിൽ നിന്ന് ദിലീപ്, ലാലേട്ടൻ, അവരെല്ലാവരും, വിജു മേനോൻ എല്ലാവരും വരുന്നുണ്ട്. ഇതിൽ മമ്മൂക്കയെ ചെക്ക് ചെയ്യാണ്, കണ്ടല്ലോ, ക്ലിയർ ആയിട്ട് വാങ്ങിക്കാം. മറ്റേ കൈയൊക്കെ പൊക്കി നിർത്തി ചെക്ക് ചെയ്യുന്നുണ്ട്, മറ്റേ മെഷീനൊക്കെ വെച്ചിട്ട്. അടുത്ത് ലാലേട്ടൻ വരുന്നുണ്ട്. ലാലേട്ടൻ അത് ആ സാധനത്തിൽ കൂടി കയറി ഇറങ്ങി മറ്റങ്ങേരും ആ സംഭവം കാണിച്ച് കണ്ട. കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിക്കോ.
ബാക്ക് അടിച്ച് കാണിച്ചിട്ടുണ്ട്. മമ്മൂക്കയെ ചെക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത് ബിജു മേനോൻ അവരുടെ ടീം വരുന്നുണ്ട്. മമ്മൂട്ടിയെ വളരെ വ്യക്തമായിട്ടിവിടെ മറ്റേ സാമാനം വെച്ച് ചെക്ക് ചെയ്യാണ്. അടുത്ത് ലാലേട്ടൻ കയറിയപ്പോൾ ലാലേട്ടൻ അതുവഴി കയറി. എന്നിട്ട് അടുത്ത് നോ ചെക്കിങ്. മനസ്സിലായി? ഇതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ മമ്മൂട്ടിക്ക് ചെക്കിങ്ങും ലാലേട്ടന് ചെക്കിങ് ഇല്ല. ഈ സാധനം എനിക്ക് പേഴ്സണലി ഡൈജസ്റ്റ് ആയാലും യോജിക്കാൻ പറ്റില്ല. പിന്നെ ഒരുപാട് പേര് മതത്തിന്റെ പേരിലൊക്കെ പറയുന്നുണ്ട്. അതായത് മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള രീതിയിലൊക്കെ പറയുന്നത്. അതൊന്നും എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. നമ്മൾ വർഗീയതയിലോട്ട് നമ്മൾ പോകുന്നില്ല. ആ ചാപ്റ്ററിലോട്ട് നമ്മൾ കയറത്തില്ല. നമ്മൾ ആ ചാപ്റ്ററിലോട്ട് കയറത്തില്ല. പക്ഷെ പേഴ്സണലി ഞാൻ കണ്ടപ്പോൾ ഈ സാധനം എനിക്ക് യോജിക്കാൻ പറ്റിയില്ല. കാരണം വേറൊന്നുമില്ല, അതും തോന്നുന്നു ചെക്ക് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ എല്ലാവരും ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആരെയും ചെക്ക് ചെയ്യാതിരിക്കുക. ഇത് മമ്മൂട്ടിക്ക് മാത്രം ചെക്കിങ്, ബാക്കിയുള്ളവർക്ക് ചെക്കിങ് ഇല്ലെന്ന് പറയുമ്പോൾ അത് ഈ രീതിയിൽ ആൾക്കാർ ചിന്തിക്കും. ഉറപ്പാണ് മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ടെന്നുള്ള രീതിയിൽ. പണ്ട് നമ്മുടെ SRK USA പോയ സമയത്ത് SRK അവിടെ പിടിച്ചിരുത്തി, ഖാൻ എന്ന പേരുള്ളതുകൊണ്ട്. മനസ്സിലായി? അങ്ങനത്തെ ഒരു സംഭവമൊക്കെ നടന്നിട്ടുണ്ട്. അറിയായിരിക്കും എല്ലാവർക്കും. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു കാര്യത്തിലും ഫീൽ ചെയ്തത്. മനസ്സിലായി? അത് ഒരുമാതിരി എന്തോ പോലെ തോന്നി. ചിലപ്പോൾ പേഴ്സണലി മമ്മൂട്ടിക്ക് അത് ഒരു വിഷമം തോന്നി കാണും. തന്നെ മാത്രം ചെക്ക് ചെയ്ത് ബാക്കിയുള്ളത് ചെക്ക് ചെയ്തില്ല. ഇനി മമ്മൂട്ടി അവിടെ പറഞ്ഞാണെന്താ എന്നെ ചെക്ക് ചെയ്യടേന്ന് പറഞ്ഞോന്നും എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമില്ല. മനസ്സിലായി? എന്നെ ചെക്ക് ചെയ്യടേ, എന്നെ ചെക്ക് ചെയ്തിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ മമ്മൂക്ക പറഞ്ഞോ എന്തോ, വോയിസ് ഒന്നുമില്ല, ക്ലിയർ അല്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മോശമാണ്. അല്ലാതെ അങ്ങേരെ ആ ചെക്ക് ചെയ്ത ആളുടെ ഇഷ്ടത്തിനാണ് ഇങ്ങനെ രണ്ടുപേരെ രണ്ടായിട്ട് വേർതിരിച്ച് കണ്ടതെങ്കിൽ മോശമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഡൈജസ്റ്റ് ആയില്ല. നമ്മുടെ അഭിപ്രായം നമുക്ക് പറയാമല്ലോ. അതുപോലെ തന്നെ ഈ കൈ കെട്ടി നിന്നു, മോദിജിയെ കണ്ടപ്പോൾ കൈ കെട്ടി നിന്നു, കൈ കൂപ്പിയില്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ആദ്യം കൈ കൂപ്പുന്നുണ്ട്, ഞാൻ എപ്പോഴും കൈ കൂപ്പി നിൽക്കണോടെ? എപ്പോഴും കൈ കൂപ്പും. അതിപ്പോൾ ലാലേട്ടൻ്റെ പ്രകൃതം അങ്ങനെ ആയിരിക്കും. ലാലേട്ടൻ കണ്ടപ്പോൾ ഒക്കെ കൈ കൂപ്പി. മമ്മൂക്കയ്ക്ക് അതുപോലെ ഒന്നും പറ്റുന്നില്ല. അങ്ങനെ എപ്പോഴും ഇനിയിപ്പോൾ കൈ കൂപ്പാൻ പറ്റില്ല. ഫസ്റ്റ് എൻട്രിയിൽ അങ്ങനെ കൈ കൂപ്പി, വ്യക്തമായിട്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ടതല്ലേ. ആ എൻട്രി ടൈമിൽ കൈ കൂപ്പുകയും കാര്യങ്ങളൊക്കെ ചെയ്ത്. പിന്നെ ഇനിയിപ്പോൾ അതിനെ പോയിട്ട് കുറേ പേര് മാസം എന്ന് പറയുന്നത് മാസമാണ്. ഓക്കെ, മാസമില്ലെന്നൊന്നും പറയില്ല, നമുക്ക് മാസമാണ്, മരണമാസമാണ്. അത് പോയിട്ട് ഈ ഒരു അങ്ങനത്തെ ടീമിലൊന്നും കയറ്റി ആ ഒരു രീതിയിലൊക്കെ എടുക്കണം. എന്തിനാ എല്ലാത്തിലും എന്തിനാ പാർട്ടിയും മതമൊക്കെ പിടിച്ച് കയറ്റി കാണുന്നത്? അങ്ങനെയൊന്നും കാണേണ്ട ഒരു കാര്യമില്ല. ചുമ്മാണ് ആൾക്കാർ അങ്ങനെയൊക്കെ കാണുന്നത്. അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു ചിത്രീകരണമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മമ്മൂട്ടി കൈകൂപ്പിയില്ല, അങ്ങേര് ആദ്യം കൈകൂപ്പി, അങ്ങേര് പിന്നെ ഇൻട്രസ്റ്റ് ഇല്ല. അത് അങ്ങനെ പ്രകൃതമായിരിക്കും. എപ്പോഴും വരണം പോകുമ്പോൾ എല്ലാം കൈകൂപ്പണോടെ. പിന്നെ ഈ ചെയ്തത് മോശം ചെക്കിങ്ങിൽ. അത് ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി പറഞ്ഞു എന്നെ ചെക്ക് ചെയ്തോ എന്ന് പറഞ്ഞ് കൈകൂക്കി കൊടുത്തതാണെങ്കിൽ ഓക്കെ, ചെക്ക് ചെയ്യണം. ചിലപ്പോൾ കോമഡിക്കൊക്കെ അവരുടെ ഒരു സർക്കിൾ ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ കോമഡിക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്തതാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ മോശമാണ്, മമ്മൂട്ടിയെ മാത്രം ചെക്ക് ചെയ്ത് ബാക്കിയുള്ളവർ ചെക്ക് ചെയ്തില്ലെങ്കിൽ അതൊരു മോശം അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ബാക്കി ആരെയും ചെക്ക് ചെയ്യുന്നില്ല, മമ്മൂട്ടി മാത്രം ചെക്ക് ചെയ്യണമെന്ന് എനിക്ക് കണ്ടിട്ട് എനിക്ക് തോന്നിയത് മനഃപൂർവ്വം ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ചിലപ്പം ഒരാഗ്രഹം കാണുമല്ലോ നമുക്ക്, ചെക്ക് എന്നുള്ള രീതിയിലൊക്കെ കോമഡി പോലെയൊക്കെ ആണെങ്കിൽ ആ ഒരു സീനായണോ മമ്മൂട്ടി അവിടെ കാണിച്ചതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.